അടുത്ത ആഴ്ച വേറെ പരിപാടിയുണ്ട്, അവരെ അറിയിക്കാം. ശരി. ഓക്കെ ഓക്കെ, ഡൺ. സീ യു. ഓക്കെ, ബൈ ബൈ. സാധനം അലക്സിന്റെ കയ്യിൽ എത്തിക്കുന്നവരെ ടെൻഷനായിരുന്നു. ടെൻഷൻ അടിച്ചതിന്റെ ചിക്കിലി കിട്ടിയില്ലടാ. റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. എന്റെ വാപ്പ ഒത്തിരി റിസ്ക് എടുത്തിട്ടുണ്ട്, എന്നിട്ട് എവിടെ രക്ഷപ്പെട്ടത്? കുറച്ചൊക്കെ ഭാഗ്യവും കൂട്ടിലുണ്ടാവണം. ഭാഗ്യം. ഞാൻ വാപ്പയെ പോലൊരു കള്ളക്കടത്തുകാരനാകരുതെന്നായിരുന്നു ഉമ്മയുടെ പ്രാർത്ഥന. പാവം ഉമ്മയെങ്ങാണെന്ന് അറിഞ്ഞ ചങ്ക് പൊട്ടിച്ചാവും. എന്റെ പെങ്ങളെ ആരുടെയെങ്കിലും കയ്യിലൊന്ന് പിടിച്ചു കൊടുക്കാന്ന് വിചാരിച്ച കഴുത്തറക്കുന്ന സ്ത്രീധനാ ചോദിക്കുന്നേ. ചന്തയിൽ മാടിനെ നിർത്തി വില പേശുന്ന പോലെ. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ ഞാൻ ഈ പണി ചെയ്യുന്നേ. സ്വന്തം ജീവൻ പണയം വെച്ചുള്ള ഞാനിന്മേൽ കളി. നമ്മളെപ്പോലെ തന്നെയാണ് എല്ലാവരുടെയും ഗതി. ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നം. ഇവിടെ ആരും കള്ളക്കടത്തുകാരനായി ജനിക്കുന്നില്ല. സാഹചര്യം അവനെ അങ്ങനെ ആക്കി തീർക്കുന്നു. പെങ്ങന്മാർക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒരു ചാൻ വയറിനു വേണ്ടിയും. ആ കുപ്പായം നമ്മളും ധരിച്ചു. അത് ഉപേക്ഷിക്കാൻ കർത്താവ് എപ്പ പറയുന്നുവോ അപ്പ ഞാൻ റെഡി. ആ, നമ്മുടെ കാര്യം വിടറ. ജമീലയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഈ മാർച്ചിൽ 20 തികയും. എന്റെ റീന മോൾക്ക് 19 കഴിയും. അച്ഛനും അമ്മയും കാർ ആക്സിഡന്റിൽ മരിച്ചതിന് ശേഷം അവളുടെ എല്ലാം ഞാനായിരുന്നു. ജമീലയ്ക്ക് ഞാൻ ഒരു നിക്കാഹ് ആലോചിച്ചിരിക്കുക. ചന്തക്കടവിൽ ഒരു സ്പെയർ പാർട്സ് കടയാ പയ്യന്. എങ്കിലിത് പ്രൊസീഡ് ചെയ്യാം. ജമീലയുടെയും റീനമോളുടെയും കല്യാണം കഴിഞ്ഞാ പിന്നെ നമ്മൾ ആരാടാ? ഫ്രീ ബേർഡ്സ്. ആകാശത്തിലെ പറവകളെ പോലെ പറന്നു